പ്രളയരക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോയതിൽ വീഴ്ചയുണ്ടായെന്ന് കണ്ണൂർ കളക്ടർ. പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും വിളിച്ചു വരുത്തി ADMന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും കളക്ടർ അറിയിച്ചു. നമ്മളത് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ദുരന്തനിവാരണ അതോറിറ്റിയുടെ ഡയറക്ഷൻ കൊടുത്തിരുന്നു. എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അവിടെ സംഭവിച്ച കാര്യത്തിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് എനിക്ക് വരുന്നതാണ്. ഇത് കുടുംബത്തിന് ഏത് രീതിയിലാണ് ഡെഡ് ബോഡി കൈമാറേണ്ടത് ആ രീതിയിലേക്ക് വേണ്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു. ആ ഇൻസ്ട്രക്ഷൻസ് അവിടെ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം, എന്തുകൊണ്ട് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം പരിശോധിച്ച് എനിക്ക് റിപ്പോർട്ട് തന്നിട്ടില്ല. എത്ര സമയം എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അടിയന്തരമായിട്ട് അന്വേഷണം പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം. അത്തരത്തിലൊരു നിയമം അനുശാസിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി ചെയ്യുന്നവരും അല്ലാത്ത പക്ഷം അവർ കൃത്യമായിട്ട്. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, കേരളത്തെ ആകെ ഞെട്ടിച്ചതാണ് രാജേഷിന്റെ മൃതദേഹത്തോട് കാണിച്ച അനാദരവ്. ഇപ്പോൾ എന്താണ് കളക്ടർ പറയുന്നത്? ഏത് തരത്തിലുള്ള നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാം? പ്രജിത്ത്, രാജേഷിന്റെ മൃതദേഹം നമുക്കറിയാം കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട ഒരാളെ രക്ഷപ്പെടുത്തുന്നതിനിടെയാണ് തിരുവനന്തപുരം സ്വദേശി രാജേഷ് ഒഴുക്കിൽപ്പെട്ട് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയതിൽ വലിയ വീഴ്ച പറ്റിയെന്നൊരു ആക്ഷേപം തുടക്കം തൊട്ട് ഉയർന്നിരുന്നു. കാരണം മൃതദേഹം കൃത്യമായി ഫ്രീസർ സംവിധാനം ഇല്ലാത്ത ആംബുലൻസിലാണ് കൊണ്ടുപോയത്. മാത്രമല്ല, ഇവിടെ നിന്ന് തൃശ്ശൂർ എത്തിയ സമയത്തേക്കും ദുർഗന്ധം വമിച്ചു തുടങ്ങിയ തുടർന്ന് മറ്റൊരു ആംബുലൻസിലാണ് മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്ന നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോയതിലെ വീഴ്ച പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയും അതുപോലെ തന്നെ പ്രിൻസിപ്പലിനെയും കണ്ണൂർ ജില്ലാ കളക്ടർ വിളിച്ച് വരുത്തുകയുണ്ടായി. വീഴ്ച വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോയതിൽ വീഴ്ച ഉണ്ടായെന്ന് കൂടി അദ്ദേഹം സമ്മതിക്കുകയാണ്. എല്ലാവിധ സംവിധാനങ്ങളും കൃത്യമായി ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായിരുന്നു. ഫ്രീസർ സംവിധാനമുള്ള സ്വകാര്യ ആംബുലൻസ് വിളിക്കാൻ പണം തടസ്സമായിരുന്നില്ല. ADMന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല, ഇവരെ രണ്ടുപേരെയും വിളിച്ച് വരുത്തി പയ്യന്നൂർ തഹസിൽദാരോടും അടിയന്തരമായി സ്ഥലത്തെത്താൻ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം പയ്യന്നൂർ തഹസിൽദാർ പറഞ്ഞത് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ്. സ്വകാര്യ ആംബുലൻസുകാർ വലിയ തുകയാണ് ആവശ്യപ്പെട്ടത്, അതാണ് അവരെ വിളിക്കാഞ്ഞത്. പരിയാരം മെഡിക്കൽ കോളേജ് അധികൃതർ വീഴ്ച പറ്റിയെന്നും കരുതുന്നില്ല എന്നും ഈ പയ്യന്നൂർ തഹസിൽദാർ പറയുകയുണ്ടായി. അതിലും കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിലവിൽ കളക്ടർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രജിത്ത്.